മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന് 37-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. ഈശോയുടെ അരികിൽ നിൽക്കുന്നവനെ ഈശോ ഒരിക്കലും തള്ളിക്കളയില്ല. അവനെ ചേർത്ത് പിടിക്കും, അവന്റെ ജീവിതത്തെ അറിയും, അവന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് സാധിച്ചു കൊടുക്കും. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം, നമ്മൾ ആരുടെ അരികിലാണ് നിൽക്കുന്നത്? ഈശോയുടെ അരികിലാണോ നിൽക്കുന്നത്? ഈശോയുടെ അരികിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയുണ്ടായിരിക്കണം. ദൈവവചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. വിശുദ്ധമായ ഒരു ജീവിതം നമുക്കുണ്ടാകണം. നന്മ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണോ നമ്മൾ ഓരോരുത്തരും? എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അരികിലാണ്. അല്ലെങ്കിൽ നമ്മൾ സാത്താന്റെ അരികിലാണ്. നമ്മൾ പരിശോധിക്കുക, ആരുടെ അരികിലാണ് ഞാൻ നിൽക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ഇന്ന് സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ, ഐശ്വര്യമുണ്ടോ, ഉയർച്ചയുണ്ടോ? നീ ഈശോയുടെ അരികിലാ? ഇതൊന്നും ഇല്ലേ? നീ സാത്താന്റെ അരികിലാണ് നിൽക്കുന്നത്. ഈശോയുടെ അരികിൽ നിൽക്കണം മക്കളെ. അരികിൽ നിന്ന അവിടുന്ന് പറയുകയാണ് കൈവിടത്തിലാണ്. കൈ പിടിക്കുക അവിടുന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ നീ വീഴുവോ? അവിടുന്ന് കൈ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുമോ? അവിടുന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യുന്ന എല്ലാം അനുഗ്രഹമായിട്ട് മാറില്ലേ? അവിടുന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ തെറ്റിന്റെ വഴിയിലൂടെ നീ പോകില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അരികിൽ നിൽക്ക്. അവിടുന്ന് നിന്റെ കരം പിടിക്കും, അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കില്ല. പിശാച് നിന്നെ ചതിക്കും. പിശാച് വഞ്ചകനാ. അവൻ നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. പിശാചിന്റെ വഴിയിലൂടെ നടക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ വലിയ നാശമാണ്, വലിയ തകർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ നമ്മൾ നേടിയെടുക്കണം. ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടിയെടുക്കണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുള്ളൂ. നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്ന് നിൽക്കാം. വിശുദ്ധമായ ജീവിതം നയിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കാം. വചനം വായിച്ച് അത് ജീവിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കാം. നന്മ ചെയ്തുകൊണ്ട് ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കരങ്ങൾ യാചനയോടെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ജീവിത വഴികളിലേക്ക്, ജീവിതത്തിന്റെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള ഉപദ്രവങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, ഇവരെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ കരവിന്ന് പിടിക്കണമേ. പോകുന്ന വഴികളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. അധ്വാനങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. പഠനങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.